ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നൗലീരി മജീരി ഒരു പുതിയൊരു മെമ്പർ നമ്മുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ 28ൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മളെല്ലാവരും പോവാണ്. പിന്നെ മുന്നേ അറിയേണ്ട പോലെ ഭവിനിയും പിള്ളേരൊക്കെ സൗദിക്ക് പോയി അവരവിടെ സേഫായിട്ട് എത്തി. ഇപ്പോൾ നമ്മൾ നമ്മുടെ നൗലീരി വീട്ടിലേക്ക് പോവാണ്. കൊച്ചിൻ്റെ 28ആണ്, നൂലുകെട്ട് പറയും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ദിവസം അതിന്റെ അരയിൽ കുടുംബസ്ഥിതി അനുസരിച്ച് സ്വർണം കൊണ്ടോ വെള്ളിക്കൊണ്ടോ ഉണ്ടാക്കിയ അരഞ്ഞാണമോ നൂലോ കെട്ടുന്ന പതിവ് പ്രാരംഭകാലം മുതൽ നിലവിലുണ്ട്. കുട്ടിയെ ദൈവത്തിനായി തിരഞ്ഞെടുത്തു പ്രതിഷ്ഠിക്കുന്നതിനെയാണ് 28 കെട്ട് സൂചിപ്പിക്കുന്നത്. കുട്ടിയുടെ പിതാവിന്റെ വീട്ടുകാർ മാമോദീസയ്ക്ക് സമ്മാനിക്കുന്ന അരഞ്ഞാൺ തന്നെ ഇതിന് ഉപയോഗിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കുകയും മനുഷ്യനെ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളിയാക്കുവാൻ വേണ്ടി അങ്ങയുടെ സാദൃശ്യത്തിൽ അവനെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ശിശുവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു, സമർപ്പിക്കുകയും വേർതിരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അങ്ങനെ പ്രയറിന് ശേഷം നമ്മുടെ നൂലുകെട്ടിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചരട് കെട്ടി, വളയിടൽ, കൺമഷി, അതുപോലെ തന്നെ വളയിടൽ അവിടെ വന്നിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. വളയിടുന്ന പരിപാടി, അതുപോലെ കുപ്പി വളയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറേ പേര് ഇപ്പോൾ പ്ലാസ്റ്റിക് വളയാണ്, പക്ഷേ കിൽക്കുമ്പോഴല്ല അതിൻ്റെ ഒരു രസം. പിന്നെ അതുപോലെ തന്നെ കൺമഷി, ഇപ്പോൾ ബഡ്സ് കൊണ്ടൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ കൈ കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ എഴുതുന്ന അത്യാവശ്യം നല്ല ആൾക്കാരെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. കൂടുതൽ ഹിന്ദുസ് അവരൊക്കെ നല്ല രസമായിട്ട് എഴുതണ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും പുരിക എഴുതാൻ അറിയില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മോളെ പുരിക എഴുതിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, എന്തിനാ ഏഞ്ചലെ വെറുതെ ആ കുട്ടിയുടെ ഉള്ള ഭംഗി കളയണമെന്ന് പറയും. എനിക്കിപ്പോഴും പുരികൊന്നും അങ്ങനെ എഴുതാനൊന്നും അറിയില്ല. പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിരുന്നു, സിമ്പിളായിരുന്നു, പക്ഷെ നല്ല എലഗൻ്റായിരുന്നു, നല്ല രസമായിരുന്നു. ആ ഒരു സെറ്റ് മുണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ പോലെ തോന്നും, പക്ഷെ അതൊരു ത്രെഡല്ല, തുണി ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ, എലഗൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നൗലിക്ക് കൺഗ്രാറ്റ്സ്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നുണ്ട്, വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയധികം ആൾക്കാർ ഈ പരിപാടിക്ക് വരുന്നുള്ളത്. അപ്പോൾ ഒത്തിരി 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 സന്തോഷം. ഇപ്രാവശ്യം കുട്ടിപ്പട്ടാളുടെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു. ആൻസിൻ്റെ ഭവിതരെ കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി കളറായിരുന്നു അതിന്. പിന്നെ നമ്മൾ ഓൾറെഡി പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പേര് നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനാൻ എന്നാണ്. അപ്പോൾ ഇനാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാച്ചിങ് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൗലിയുടെ ബ്ലൗസ്, അജീര ഷർട്ട്, ഇനാൻ്റെയും ഇയോൻ്റെയും ഡ്രസ്സ്, ആ കോമ്പിനേഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുകയാണ്.
അങ്ങനെ നമ്മൾ ചോറൂണും ചായ കൂടിയും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ചോറുണ്ട് അപ്പം തന്നെ ചായ കുടിക്കുന്നത് ഭയങ്കര ടാസ്ക് ആട്ടോ ശരിക്കും. അങ്ങനെ ചോറുണ്ടും ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ബ്ലെസ്സിങ്സിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.